ഇന്നത്തെ വീഡിയോയിൽ 100% റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത്. ഇത് നമുക്ക് ഹെയർ ഡൈ ആയിട്ടും ഹെയർ ഓയിൽ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മുൻകാലങ്ങളിൽ 50 അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞവരിലാണ് സാധാരണ നര ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ 10 വയസ്സായ കുട്ടികൾക്ക് മുതൽ 30-40 വയസ്സായവരിലെല്ലാം നര കാണുന്നുണ്ട്. മുടി നരച്ചത് കാണുമ്പോൾ പ്രായം കൂടിയതായിട്ടും തോന്നിക്കും. കടയിൽ നിന്ന് വാങ്ങുന്ന കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് മുടി കറുക്കുമെങ്കിലും കൂടുതൽ മുടികൾ നരച്ചു തുടങ്ങും. അതുമാത്രമല്ല മറ്റ് സൈഡ് എഫക്ട്സ് ആയ മുടികൊഴിച്ചിൽ, ചൊറിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നതാണ്. എന്നാൽ ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ യാതൊരു അലർജി പ്രശ്നങ്ങളും സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കാം. ഇന്നത്തെ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില എടുക്കുമ്പോൾ നാടൻ കറിവേപ്പില തന്നെ എടുക്കണം. ഈ കറിവേപ്പില നല്ലതുപോലെ കഴുകി തുടച്ച് എടുത്തിട്ടുള്ളതാണ്. കറിവേപ്പിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. മുടി നല്ലതുപോലെ വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില. ഇനി ഈ കറിവേപ്പില നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ജാറിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല, നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. ഇനി കറിവേപ്പില ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ ഈ ഒരു രീതിയിൽ വേണം പൊടിച്ചെടുക്കേണ്ടത്. നമുക്കിത് വറുത്തെടുക്കേണ്ടതാണ്. വറുത്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിവേപ്പിലയുടെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഇരുമ്പിൻ്റെ ചട്ടിയാണ്. ഇനി നമ്മുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടി ഇല്ലെങ്കിൽ പഴയ ഏതെങ്കിലും നോൺ സ്റ്റിക്ക് പാത്രം എടുത്താലും മതി. ഇനി ആദ്യം തന്നെ നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ മുടി വളരാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അതുമാത്രമല്ല താരൻ മാറാൻ വേണ്ടിയിട്ടും നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന മറ്റു ചൊറിച്ചിൽ പോകാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കടുകാണ്. കടുക് നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിൽ ഉള്ളതാണ്. ഇത് ഭക്ഷണത്തിന് രുചി കൂട്ടാൻ മാത്രമല്ല മുടിക്കും നല്ലതാണ്. കടുക് 1 ടേബിൾ സ്പൂൺ തന്നെയാണ് എടുക്കുന്നത്. കടുകിൽ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ അടങ്ങിയിട്ടുള്ളതാണ്. താരൻ മാറാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, അകാല നര മാറാനും ഇത് സഹായിക്കും. ഇതിലെ കടുകും പൊട്ടി വരുന്ന ആ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. എന്നിട്ട് ഇതിൻ്റെ അതായത് ഉലുവയുടെ കളറൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കറിവേപ്പില മുഴുവനായിട്ട് ചേർക്കാതെ ഇതേപോലെ പൊടിച്ചിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കുറച്ച് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത് നല്ല ബ്ലാക്ക് കളറായി വരുന്നത് വരെ ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം നല്ല ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കാരണം ഇത് ചട്ടിയിൽ തന്നെ ഇരുന്നാൽ ആ ഒരു ചട്ടിയുടെ ചൂട് കൊണ്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഡ്രൈ ആയിട്ടുള്ള ജാറിലായിരിക്കണം നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. അങ്ങനെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടി. അപ്പോൾ ഡൈ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഡൈ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ പൊടി എടുക്കേണ്ടത്. ഇനി ഈ ഒരു പൊടി മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് എള്ളെണ്ണയാണ്. 2 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് ഈ ഒരു ഡൈ കിട്ടേണ്ടത്. നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് എള്ളെണ്ണ തന്നെ എടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ.
നന്നായിട്ട് ഈ പൊടി എള്ളെണ്ണയായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ഹെന്ന പൗഡറോ നീലാമരിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും താരൻ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണിത്. നമ്മൾ ഈ ഡൈ ഉണ്ടാക്കാനായിട്ട് എടുത്ത മിക്സ് അല്ലെങ്കിൽ ആ ഒരു കൂട്ട് ബാക്കി വരികയാണെങ്കിൽ അതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഡൈ ഉണ്ടാക്കാനായിട്ട് എളുപ്പമായിരിക്കും. അത് പൗഡറായിട്ട് എത്ര നാൾ വരെയും സൂക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഈ ഒരു മിക്സ് അല്ലെങ്കിൽ ഈ ഒരു ഡൈ നമുക്ക് 1-2 ദിവസം മാത്രമേ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ കെമിക്കൽ ചേർത്തിട്ടില്ല. നമുക്കിത് 2 രീതിയിൽ അപ്ലൈ ചെയ്യാം. ഒന്നാമത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒട്ടും തന്നെ എണ്ണമയമില്ലാത്ത മുടിയിലായിരിക്കണം നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. ഏകദേശം അരമണിക്കൂർ നേരം തലയിൽ വച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. കഴുകുമ്പോൾ സോപ്പോ ഷാമ്പോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പകരം താളി ഉപയോഗിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ, അതായത് ആദ്യത്തെ രീതിയിലുള്ള ഡൈ ചെയ്യാനായിട്ട് സമയമില്ലെങ്കിൽ നമ്മൾ തല കഴുകിയതിന് ശേഷം ചെറിയ നനവുള്ള മുടിയിൽ നരച്ച ഭാഗത്തൊക്കെ ഈ ഒരു മിക്സ് തേച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് മുടി ഒന്ന് ചീകിയിട്ട് നമുക്ക് പുറത്തേക്ക് പോകാവുന്നതാണ്. ദിവസവും തലയിൽ എണ്ണ തേക്കുന്നവരാണെങ്കിൽ ദിവസവും ഈ എണ്ണ തേച്ചാൽ മാത്രം മതി. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് തേക്കുമ്പോൾ നമ്മുടെ നരച്ച മുടികളെല്ലാം നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടും. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.